Hello dears, welcome to ACS online class. നമുക്കിനി അടുത്ത ഭാഗം പഠിക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുത്തേ പേജ് നമ്പർ 97. പേജ് നമ്പർ 96 വരെ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു. ഇനി പേജ് നമ്പർ 97. തിക്കർ തിന്നർ. ഓക്കെ, തിക്കർ എന്ന് വെച്ചാൽ എന്താണ്? കട്ടിയുള്ളത് അല്ലേ, തിക്നെസ് ഉള്ളത്, കട്ടിയുള്ളത്. ഓക്കെ, അതാണ് തിക്കർ. ഇനിയോ തിന്നർ എന്ന് വെച്ചാൽ എന്താണ്? കട്ടി കുറവ്, കട്ടി ഇല്ലാത്ത വസ്തുക്കളെ തിന്നർ അല്ലെ, തിന്നർ എന്ന് പറയും. ഇനി അടുത്ത വാക്കാണ് ഹെവിയർ ലൈറ്റർ. ഹെവിയർ എന്ന് വെച്ചാൽ എന്താണ്? ഭാരമുള്ളത്. ഓക്കെ, ഭാരമുള്ളതിന്, തൂക്കമുള്ളത്, വെയിറ്റ് ഉള്ളതിന് ഹെവിയർ എന്ന് പറയും. വെയിറ്റ് കുറഞ്ഞതിന് ലൈറ്റർ, വെയിറ്റ് ഇല്ലാത്ത ലൈറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പൊ നമുക്ക് പേജ് നമ്പർ 97 കാര്യം പഠിക്കാം. തിക്കർ തിന്നർ അല്ലെ. തിക്കർ എന്ന് വെച്ചാൽ എന്താണ്? കട്ടിയുള്ളത് അല്ലെ. തിന്നർ എന്ന് വെച്ചാൽ എന്താണ്? കട്ടി ഇല്ലാത്തത്, കട്ടി കുറഞ്ഞ നീളവുമായിട്ടുള്ളത് നമ്മൾ തിന്നർ എന്ന് പറയും. ഫസ്റ്റ് ഫിഗർ ആണോ? രണ്ട് പെൺകുട്ടികളുടെ ഹെയർസ്, മുടികൾ കൊടുത്തിരിക്കുകയാണല്ലേ. ഏറ്റവും കട്ടിയുള്ള മുടിയുള്ളതിനെ തിക്കർ എന്ന് പറയാം അല്ലെ. കട്ടി കുറവുള്ളതിന് തിന്നർ അല്ലെ. നീ നോക്കി സെക്കൻഡ് ബോക്സ് കണ്ടോ? നൂല് റോൾ ചെയ്ത് വെച്ചിരിക്കുക അല്ലെ. ഏറ്റവും ഫസ്റ്റ് ബോക്സിൽ ആ ഒരു നൂലിൽ എന്താണ്? തിക്കർ അല്ലെ. നല്ല കട്ടിയുണ്ട്, അതുകൊണ്ട് തന്നെ തിക്കർ എന്ന് പറയും. അടുത്തതിനോ തിന്നർ അല്ലെ. കട്ടി കുറവുള്ളതിനെ തിന്നർ എന്ന് പറയും. ഇനി അടുത്ത നോക്കിക്കേ, ടിക് ദ തിക്കർ. ഈ കൂട്ടത്തിൽ നമുക്ക് തിക്കർ ആയിട്ടുള്ള കട്ടി ഉള്ളതിനെ കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം? ടിക്ക് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് രണ്ട് ബ്രൂംസ് ആണ്. കട്ടിയുള്ള ബ്രൂം ഏതാണ്? സെക്കൻഡ് വൺ ആണ് അല്ലെ. അപ്പോൾ കട്ടിയുള്ളതിന് ടിക്ക് കൊടുക്കുക. ഇനി അടുത്തതോ രണ്ട് മരങ്ങളാണ്. അതിന് കട്ടിയുള്ളതിന് സെക്കൻഡ് വൺ ആണ്. കട്ടിയുള്ളതിന്, തിക്കർ ആയിട്ടുള്ളതിന് നമ്മൾ ടിക്ക് കൊടുക്കുക. ഇനി അടുത്തത് ടിക് ദ തിന്നർ. ഇവിടെ തിന്നർ ടിക്ക് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ എന്താണ്? കട്ടി കുറവുള്ളതിന് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. രണ്ട് ആരോസ് ആണ്. കട്ടി കുറഞ്ഞത് ഏതാണ്? സെക്കൻഡ് വൺ ആണ്. സെക്കൻഡ് വൺ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ട് റോബ്സ് ആണ്. തിന്നർ ആയിട്ടുള്ളത് ഏതാണ്? കട്ടി കുറവ്, സെക്കൻഡ് വൺ ആണ്. സെക്കൻഡ് വൺ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തിക്കർ എന്ന് വെച്ചാൽ എന്താണ്? കട്ടിയുള്ളത്. തിന്നർ എന്ന് വെച്ചാൽ എന്താണ്? കട്ടി കുറവ് അല്ലെ. നോക്കി, തിക്കസ്റ്റ് തിന്നസ്റ്റ്, രണ്ടിലധികം വസ്തുക്കളെ കമ്പയർ ചെയ്യാനുള്ളപ്പോ നമ്മൾ എന്താണ്? തിക്കസ്റ്റ് എന്നും തിന്നസ്റ്റ് എന്നും ആകും അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ബുക്സ് ആണ്. ഏറ്റവും കട്ടിയുള്ള ബുക്കിന് തിക്കസ്റ്റ്, കട്ടി കുറവുള്ളതിനോ തിന്നസ്റ്റ്. ഓക്കെ, തിക്കിനെയും തിന്നിനെയും എന്താണ്? തിക്കസ്റ്റ് എന്നും തിന്നസ്റ്റ് എന്നും വായിക്കുവാണ് അല്ലെ. നോക്കി, ഒരു പേപ്പറിന്റെ റോളാണ്. കട്ടി ഉള്ളതിനെ തിക്കസ്റ്റ് എന്നും കട്ടി കുറഞ്ഞതിനെയോ തിന്നസ്റ്റ് എന്നും പറഞ്ഞു. ഇനി അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ടിക് ദ തിക്കസ്റ്റ്. തിക്കസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കട്ടിയുള്ളത്. കട്ടിയുള്ള പെൻസിൽ ഏതാണ് ഈ കൂട്ടത്തില്? ഫസ്റ്റ് വൺ. അപ്പൊ ഫസ്റ്റ് വൺ ടിക്ക് ചെയ്ത് എല്ലാവരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടിക് ദ തിന്നസ്റ്റ്. തിന്നസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കട്ടി കുറഞ്ഞത്. കട്ടി കുറവുള്ളത്, ഏറ്റവും കൂടുതൽ കട്ടി കുറവുള്ളത് ഏതാണ്? ഏത് ബ്രഷിനാണ്? ഫസ്റ്റ് ബ്രഷിനാണ്. അപ്പോൾ ഫസ്റ്റ് ബ്രഷ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഹെവിയർ ലൈറ്റർ. ഹെവി ലൈറ്റ്. ഹെവി എന്ന് വെച്ചാൽ എന്താണ്? ഭാരം ഉള്ളതിനെ ഹെവി എന്ന് പറയും. ഭാരം കുറവുള്ള വസ്തുവിനെയോ ലൈറ്റ് അല്ലേ. കുഞ്ഞ് ലൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറയത്തില്ലേ. കുഞ്ഞ് വെയിറ്റ് ഉള്ളതിനെ ലൈറ്റ് എന്ന് പറയാം. നല്ല വെയിറ്റ് ഉള്ളതിനെ ഹെവി എന്ന് പറയും. രണ്ട് വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ER വരും അല്ലെ. ഹെവിയറും ലൈറ്ററും. രണ്ടിൽ കൂടുതൽ വസ്തുക്കളെ ആകുമ്പോഴോ ഹെവിയസ്റ്റ്, ലൈറ്റസ്റ്റ്. ഓക്കെ, രണ്ട് വസ്തുക്കളാണ്. നമുക്ക് അതോ ഒരു ക്ലാസ്സിൽ ഒരു വെയിങ് മെഷീനിൽ എന്താണ്? വെയിറ്റ് കൂടുതലുള്ള ആ ഭാഗം താഴ്ന്ന് കിടക്കും അല്ലെ. ഒരു ടൊമാറ്റോയും ഒരു മത്തങ്ങായാണ്. അപ്പൊ നമുക്ക് ഏതാണ് ഭാരമുള്ളത്? ഏതാണ്? ഫസ്റ്റ് വൺ ആണ്. അപ്പൊ അതിന് ഹെവിയർ ആണ് അല്ലെ. ഭാരമുള്ളതിനെ ഹെവിയർ എന്നും മറ്റേതിനെ ലൈറ്റർ എന്നും പറയാം. നോക്കിയേ, ഇനി ഒരു എലിഫന്റ് ഉണ്ട്, ഒരു ആന്റ് ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഭാരമുള്ളത് എലിഫന്റിനായിരിക്കും. എലിഫന്റ് ഹെവിയർ ആണ്, മറ്റേത് ലൈറ്റർ ആണ് അല്ലെ. ടിക് ദ ലൈറ്റർ. ഇവിടെ ലൈറ്റർ ആയിട്ടുള്ള തിക്ക് എന്താണ്? വെയിറ്റ് ഇല്ലാത്തതിനെ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. വെയിറ്റ് ഇല്ലാത്തതിനെ. ഷർട്ട് ഉണ്ട്, ഒരു എന്താണ്? ലോക്ക് സെറ്റ് ഉണ്ട്, ലോക്ക് ഉണ്ട്. നമുക്കറിയാം ലോക്ക് എടുക്കുമ്പോൾ പിന്നെയും കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട്. ഷർട്ട് ഒരെണ്ണം എടുത്ത് നോക്കിയാലോ വെയിറ്റ് കുറവാണ്. അപ്പം ലൈറ്റർ ആയിട്ടുള്ള വെയിറ്റ് ഇല്ലാത്തത് ഏതാണ് ഈ കൂട്ടത്തില്? ഏതാണ്? ഷർട്ടിനാണ് അല്ലെ. അപ്പൊ ഷർട്ട് എല്ലാവരും വലിപ്പ ചെറുപ്പമല്ല, വെയിറ്റ് കുറവുള്ളത് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടിക്ക് ചെയ്യേണ്ടത് അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ടിക്
ദ ലൈറ്റർ. ഇവിടെ നോക്കി, ഇവിടെ വെയിറ്റ് കുറവുള്ളത് ഏതിനായിരിക്കും? ചെറുതിനായിരിക്കും അല്ലേ? അപ്പൊ ചെറുതിന് ടിക്ക് കൊടുക്കാം. ഇനി ടിക്ക് ദ ഹെവിയർ. ഇവിടെ ഹെവി ആയിട്ടുള്ളത് ഏതായിരിക്കും? ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് ഏതായിരിക്കും? ഏതാണ്? ഒരു പട്ടം ഇങ്ങനെ പഞ്ഞു പോലെ വെയിറ്റ് ഒന്നും ഇല്ലാത്തതാണ് അല്ലെ? നൂലിന്റെ റോളിലോ? കമ്പാരിറ്റീവ്ലി പട്ടത്തിനാണോ നൂലിന്റെ റോളിലാണോ വെയിറ്റ് ഉള്ളത്? നൂലിന്റെ റോളിലാണ്. അപ്പൊ ഹെവിയർ ആയിട്ടുള്ളത് ഏതാണ്? നൂലിന്റെ റോളാണ്. അപ്പൊ നൂലിന്റെ റോള് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിനകത്ത് നോക്കിയാൽ 2 ഫിഷസ് ആണ്. ഹെവിയർ ഫിഷ് ഏതാണ്? വലിയ ഫിഷ്. അപ്പൊ വലിയ ഫിഷിന് ടിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഭാരമുള്ളതിനെ ഹെവിയർ എന്നും ഭാരമില്ലാത്തതിനെ ലൈറ്റ് എന്നും പറയും അല്ലെ? ഇനി ഹെവിയസ്റ്റ്, ലൈറ്റസ്റ്റ്. നോക്കി, 3 മത്തങ്ങ അല്ലെ? വാട്ടർമെലൺ. അതിൽ ഏറ്റവും ഭാരമുള്ളതിനെ ഹെവിയസ്റ്റ് എന്നും ഭാരം കുറഞ്ഞതിനെ ലൈറ്റസ്റ്റ് എന്നും പറയും. അടുത്ത് നോക്കി, ഏറ്റവും ഹെവിയസ്റ്റ് ഏതാണ്? ടിക്ക് ദ ഹെവിയസ്റ്റ്. ഹെവിയസ്റ്റ് ഏതാണ്? ഫസ്റ്റ് വൺ ആണ് അല്ലെ? ഫസ്റ്റ് വൺ ടിക്ക് ചെയ്യുക. ടിക്ക് ദ ലൈറ്റസ്റ്റ്. ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് ഏതാണ്? നമ്മുടെ ഒരു ഡ്രസ്സാണല്ലേ? ഡ്രസ്സിനാണ് ഏറ്റവും കൂടുതൽ ലൈറ്റ് വെയിറ്റ് ഒട്ടും ഇല്ലാത്തത് ഒരു ഡ്രസ്സിനാണല്ലേ? അപ്പൊ ഡ്രസ്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ടിക്ക് ദ ഹെവിയസ്റ്റ്. ഇവിടെ ഏറ്റവും ഹെവി ആയിട്ടുള്ളത് ഏതാണ്? തേർഡ്. ആ ബക്കറ്റ് നിറയെ വെള്ളം ഉണ്ടല്ലേ? അപ്പൊ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ. വാട്ടർ ബോട്ടിലാണ്, പിന്നെ ഒരു കുഞ്ഞു ബോട്ടിലാണ്. അപ്പൊ എന്താണ് ഏറ്റവും വെയിറ്റ് ഉള്ളത്? ഈ ബക്കറ്റിനാണ് അല്ലേ? ബക്കറ്റിന് അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ വർക്ക് കഴിഞ്ഞു. ഇനി ഇതിന്റെ പ്രാക്ടീസ് ബുക്കിലെ വർക്ക് ചെയ്യാം. എന്നാലും പ്രാക്ടീസ് ബുക്ക് എടുത്തേ. പേജ് നമ്പർ 68. ഇവിടെയും നമ്മൾ തിക്കറും തിന്നറും കണ്ടുപിടിച്ച് കളർ ചെയ്യുക, ഹെവിയറും ലൈറ്റസ്റ്റും കണ്ടുപിടിച്ച് കളർ ചെയ്യുക. Color the page number 68. Color the thicker of each pair yellow. Thicker ആയിട്ടുള്ളത് yellow color crayons യൂസ് ചെയ്ത് കളർ ചെയ്യുക. തിന്നർ ആയിട്ടുള്ളത് ഓറഞ്ച് കളർ കൊടുത്ത് എന്ത് ചെയ്യണം? കളർ കൊടുക്കണം അല്ലേ? അപ്പൊ ഫസ്റ്റ് ഒരു ഗോട്ടും ഉണ്ട്, ഒരു എലിഫന്റ് ഉണ്ട്. ഏറ്റവും തിക്കർ ആയിട്ടുള്ളത് ഏതാണ്? തിക്കർ, വീതിയുള്ളത് അല്ലെ? കട്ടിയുള്ളത് ഏതാണ്? എലിഫന്റിനാണ്. അപ്പൊ എലിഫന്റിന് യെല്ലോ കളർ കൊടുക്കണം, ഗോട്ടിനോ ഓറഞ്ച് കൊടുക്കണം. ഇനി 2 മത്തങ്ങ അല്ലെ? അതിൽ ഏറ്റവും തിക്കർ ആയിട്ടുള്ള ഏതാണ്? ഫസ്റ്റ് വൺ ആണ്. ഫസ്റ്റ് വണ്ണിന് യെല്ലോ കൊടുക്കുക, സെക്കൻഡ് വണ്ണിന് ഓറഞ്ച് കൊടുക്കുക. 2 ബോട്ടിൽസ് ആണ്. അതിൽ ഏറ്റവും തിക്കർ ആയിട്ടുള്ള ഏതാണ്? ഫസ്റ്റ് ബോട്ടിലാണ്. അപ്പൊ ഫസ്റ്റ് ബോട്ടിലിന് എന്ത് കൊടുക്കും? യെല്ലോ കൊടുക്കും, സെക്കൻഡ് ബോട്ടില് ഓറഞ്ച് കൊടുക്കും. ഈ 2 മനുഷ്യന്മാരാണ്. ഒരാൾക്ക് വണ്ണം ഉണ്ട്, ഒരാൾക്ക് വണ്ണമില്ല. വണ്ണമുള്ള ആള് തിക്കറാണ്. അപ്പൊ തിക്കറിന് യെല്ലോ കളർ കൊടുക്കും. രണ്ടാമത്തെ ആള് യെല്ലോ കളർ, ആദ്യത്തെ ആൾക്കോ ഓറഞ്ച് കളർ കൊടുക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കളർ ദ ഹെവിയർ ഓഫ് ഈച്ച് പെയർ യെല്ലോ ആൻഡ് കളർ ദ ലൈറ്റർ ഓഫ് ഈച്ച് പെയർ ഓറഞ്ച്. എന്താണ് ഹെവിയറിന്റെ? ഭാരമുള്ളതിന് യെല്ലോ കളറും ഭാരം കുറഞ്ഞതിന് ഓറഞ്ച് കളറും കൊടുക്കണം. ഫസ്റ്റ് പെയർ നോക്കി, ഹോഴ്സും ഒരു ഡോഗും ആണ്. അപ്പൊ ഭാരമുള്ളത് ഏതാണ്? ഹോഴ്സിനാണ്. ഹോഴ്സിന് അപ്പൊ എന്ത് കളർ കൊടുക്കും? യെല്ലോ കളർ കൊടുക്കും. ഡോഗിനോ ഓറഞ്ച് കളർ കൊടുക്കും. അടുത്തത് ആപ്പിളും ഒരു ജാക്ക് ഫ്രൂട്ടുമാണ്. ജാക്ക് ഫ്രൂട്ടാണ് ഏറ്റവും വെയിറ്റ് ഉള്ളത് ആപ്പിളിനെ കാട്ടി. ജാക്ക് ഫ്രൂട്ടിന് എന്ത് കളർ കൊടുക്കും? യെല്ലോ കളർ കൊടുക്കും. ആപ്പിളിനോ ഓറഞ്ച് കളർ കൊടുക്കും. ഇനി അടുത്ത മൊബൈൽ ഫോണും ഒരു ടി വി ആണ്. വെയിറ്റ് ഉള്ളത് ടി വിക്കാണ്. ടി വിക്ക് അപ്പൊ എന്ത് കളർ കൊടുക്കും? യെല്ലോ. മൊബൈൽ ഫോണിന് ഓറഞ്ച്. ഇനി അടുത്ത ഡക്കും ഒരു പാരറ്റും ആണ് അല്ലെ? ഒരു എന്താണ്? ഒരു പീജനാണ്. അപ്പൊ വെയിറ്റ് ഉള്ളത് ഏതാണ്? ഡക്കിനാണ്. ഡക്കിന് അപ്പൊ എന്ത് കളർ കൊടുക്കും? ഹെവിയറിന് യെല്ലോ അല്ലെ? ലൈറ്റർ ആയിട്ടുള്ള ബേർഡിന് ഓറഞ്ച് കളർ കൊടുക്കും. അപ്പം ടെക്സ്റ്റ് ബുക്കിലെ ആ വർക്കും പ്രാക്ടീസ് ബുക്കിലെ ഈ പേജ് നമ്പർ 68 എന്ന ആ ഒരു പേജിലെ വർക്കും എല്ലാവരും ചെയ്ത് മിസ്സിനെ ഹോംവർക്ക് ആയിട്ട് സെൻഡ് ചെയ്യണം. ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.